ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നലകളിലെ നമ്മുടെ അനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ ഇതാ പ്രവർത്തിക്കുന്ന സമയമാണ്. ഇന്നലകളിൽ നമുക്കുണ്ടായ പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞത്, ചില സംഭവങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടത്, നമുക്ക് തന്നെ ഉണ്ടായ ചില തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ തന്നെ ചില ബലഹീനതയുടെ അവസ്ഥകൾ, നമുക്കുണ്ടായ ചില രോഗപീഠകൾ, നമ്മുടെ തന്നെ മനസ്സിലുണ്ടായ വൈകാരിക മേഖലകളിൽ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചത്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ആരെങ്കിലും ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നാലും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും എൻ്റെ ജീവിതത്തിൽ എന്നോട് ഇങ്ങനെ അവർ പെരുമാറിയല്ലോ, എന്നെ ചതിച്ചല്ലോ, എന്നോട് ഇങ്ങനെയൊക്കെ അവർ ചെയ്തല്ലോ, ഇത്രമേൽ സ്നേഹിച്ചിട്ടും അവരെന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറിയത്? തലയ്ക്കകത്ത് പലതരത്തിലുള്ള ഭാരങ്ങളുണ്ട്. ലഭിക്കപ്പെടാതെ പോയ സ്നേഹം നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ എല്ലാവരുടെയും. ഈ സ്നേഹം ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്നും ആഗ്രഹിക്കും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നമ്മളെന്ന വ്യക്തിയിലേക്ക് വലിയ ഒരു ആത്മീയ സത്യം കർത്താവ് നൽകുകയാണ്. ഈ ഭൂമിയിൽ നിനക്ക് ലഭിക്കപ്പെടാതെ പോയത് ഒരു മനുഷ്യൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് യേശുവിലൂടെ മാത്രമേ ആ ശൂന്യത നികത്തപ്പെടുകയുള്ളൂ. ഓരോ വ്യക്തിയും അത് വിശ്വസിക്കുക. എനിക്ക് ലഭിക്കപ്പെടാതെ പോയ സ്നേഹം, എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ശൂന്യത യേശുവിലൂടെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. യേശുവേ, എന്നിൽ പ്രവർത്തിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. മുട്ടുകുത്താം. ദൈവസന്നിധിയിൽ ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോ നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടാൻ പോകുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് കർത്താവ് തിരികെ നൽകും. വിശ്വസിച്ചോളൂ, നഷ്ടപ്പെട്ടത് കർത്താവ് നിനക്ക് തിരികെ നൽകും. കാരണം ഇന്നും ജീവിക്കുന്ന ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ദൈവം കല്ലിലും മുള്ളിലുമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവം, ദ ലിവിങ് ഗോഡ്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവെ, അങ്ങനിൽ ഇടപെടണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വിളിച്ചൊന്ന് സ്തുതിച്ച് പോരാ. നാവ് തുറന്ന് സ്തുതിച്ച്, ഹൃദയം തുറന്ന് സ്തുതിച്ച്. യേശുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന.
ആരാധന കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അങ്ങ് ഇടപെടണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണ് തുറന്ന് പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ നോക്കി നിന്റെ ജീവിതത്തിൽ ഇന്നോളം കടന്നു വന്ന അനുഭവങ്ങൾ, ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, നിന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ഉള്ളിലുണ്ടല്ലോ. കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല എന്നുള്ള വലിയ ഒരു ദുഃഖം നിന്റെ ഉള്ളിലുണ്ടാവും. ഒരുപക്ഷെ ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയില്ല, സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയില്ല, കൂട്ടുകാരിൽ നിന്ന് കിട്ടിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായി വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും പരാജയം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വിഷമിപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിന്നെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട്. നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിന്നെ ഭാരപ്പെടുത്തും, നിന്റെ സ്വസ്ഥത കളയും, നിന്റെ പേഴ്സണാലിറ്റിയെ, സ്വഭാവ രീതികളെ പോലും അത് ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മളോട് തന്നെ കൊടുക്കുന്ന ചില ന്യായീകരണങ്ങൾക്ക് അടിസ്ഥാനം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയാകാൻ കാരണം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ്, എൻ്റെ സ്വഭാവ രീതി ഇന്ന് ഇങ്ങനെയാകാൻ കാരണം എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ്, ആ വ്യക്തി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ആ വ്യക്തി അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. നിനക്കൊരിക്കലും നിന്റെ ഇന്നലകളിലേക്ക് പോയി ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ഇന്നലകളിലേക്ക് പോയി നിന്നെ ക്രമീകരിക്കാൻ, ശരിയാക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു റീവൈൻഡ് ബട്ടൺ ഇല്ല. എന്നാൽ ഹെബ്രാലേഖനം 13:8 ഇന്നലെയും ഇന്നും നാളെയും ഒരുവനാകുന്ന യേശു ക്രിസ്തു ഇതാ ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്നോട് പഠിപ്പിക്കുന്നു, നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരുന്നു, മകനെ മകളെ, ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥയിൽ ഇന്നലകളുടെ ഭാരമുണ്ടല്ലോ, നീ വിഷമിക്കേണ്ട. ആ അവസ്ഥകളെ ഞാൻ വിശുദ്ധീകരിക്കാം. നിനക്ക് ലഭിക്കപ്പെടാതെ പോയ സ്നേഹം, നിനക്ക് ലഭിക്കപ്പെടാതെ പോയ അംഗീകാരം, നിനക്ക് ലഭിക്കപ്പെടാതെ മറ്റുള്ളവരിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പൊതുവെയുള്ള ക്രമീകരണം കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഇപ്രകാരമുള്ള കുറേ വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. എന്നാലും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. ഇതാ ഈശോ നിന്റെ മുറിവുകളിലോട്ട് കടന്നു വന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഹോശിയയുടെ പ്രവചനം 14:4 ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. എൻ്റെ പ്രിയ സഹോദര സഹോദരി, പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യരുടെ പുറകെ നമ്മൾ പലപ്പോഴും കൈനീട്ടി സ്നേഹത്തിനും അംഗീകാരത്തിനും ബഹുമാനത്തിനൊക്കെ വേണ്ടി നടന്നില്ലേ? എന്നെ ഒന്ന് മനസ്സിലാക്ക്, എന്നെ ഒന്ന് സ്നേഹിക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പക്കൽ പലവട്ടം കൈകൾ നീട്ടിയിട്ടും ആർക്കാ നമ്മളെ മനസ്സിലായത്? ആരാ നമ്മുടെ കൂടെ ഇരുന്നത്? ആരാ നമ്മളെ സ്നേഹിച്ചത്? ഈ ഭൂമിയിൽ മനുഷ്യർക്ക് അസാധ്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളെ കുറ്റപ്പെടുത്തിയില്ലേ? അവർ നമ്മളെ കളിയാക്കിയില്ലേ? അവരെ നമ്മളെ മാറ്റി നിർത്തിയില്ലേ? എന്നാൽ നിന്നെ കുറ്റപ്പെടുത്താത്ത ഒരുവൻ, നിന്നെ മാറ്റി നിർത്താത്ത ഒരുവൻ, നീ ഇന്നായിരിക്കുന്ന അവസ്ഥ എന്താണോ അത് നന്നായി അറിയുന്നവൻ ഇതാ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, നീ വിഷമിക്കേണ്ടെന്ന് കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. ഈശോയെ, എൻ്റെ ഉള്ളിൽ നിന്റെ സ്നേഹം നിറയ്ക്കണമേ. ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ആ സ്നേഹം നിന്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിശുദ്ധീകരണമാണ്. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ്,
ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ കരങ്ങൾ നീട്ടേണ്ട, മറിച്ച് യേശുവിൻ്റെ പക്കൽ കൈകൾ നീട്ടാനും പ്രാർത്ഥിക്കാനും തീരുമാനം. യെശയ്യായുടെ പ്രവചനം 61:7 സംഭവിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഇതെന്നിൽ സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ട എല്ലാ അനുഭവങ്ങളും എനിക്ക് അനുഗ്രഹമാക്കി ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എന്നിൽ സംഭവിക്കട്ടെ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ആവർത്തിച്ചത് പറയാം. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആഗ്രഹിച്ച് ഓരോരുത്തരും പറഞ്ഞോ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ഇതിനു വേണ്ടി ആഗ്രഹിക്കുക. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു ഈ ഭൂമിയിൽ നിനക്ക് വെച്ച് തീറ്റുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്, സ്വർഗത്തിൻ്റെ കൃപയാണ്. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ചിലരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ വലിയ വെറുപ്പ് കിടപ്പുണ്ട്. എന്നാലും എന്നോട് ഇയാൾ ഇങ്ങനെ പെരുമാറിയല്ലോ. യേശുവിൻ്റെ സ്നേഹം നിറയുമ്പോൾ നിനക്ക് അത് ക്ഷമിക്കാനുള്ള കൃപയായി മാറും. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ആവർത്തിച്ചുള്ളിൽ പറഞ്ഞ്, ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ, ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ, മക്കളെ മനസ്സിലാക്കാൻ, സഹോദരങ്ങളെ മനസ്സിലാക്കാൻ, മാതാപിതാക്കളെ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എനിക്ക് നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോയെ, നിന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. ഒരുപക്ഷെ അയൽവാസികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പ്, അസ്വസ്ഥത, ഈശോയെ, അവരെ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ എനിക്ക് കൃപ വേണം. നിന്റെ സ്നേഹം എന്നിൽ നിറയണമേ. ഈശോയെ, നിന്റെ സ്നേഹം എന്നിൽ നിറയണമേ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ആക്ഷേപിച്ചു, നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ വലിയ വിഷമമുണ്ട്. ആ സംഭവങ്ങൾ ഓർത്ത് ഈശോയോട് പറ, ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹോസിയ പ്രവചനം 14:14 ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം സംഭവിക്കട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഹൃദയം തുറന്ന് ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ സംഭവിക്കട്ടെ. ഒരു പുതിയ കൃപ നിന്റെ മേൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ അത് സംഭവിക്കട്ടെ. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു പുതിയ കൃപ നിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. നഷ്ടത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണ്ട, ഭാരപ്പെടേണ്ട. എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയുള്ള അനേകരെ കർത്താവിത സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. റോഷ്നി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹം നിറയുന്നു. സെലീൻ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുടെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ശ്വാസം മുട്ടലുള്ള ഒരു ചെറുപ്പക്കാരനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ആരാധന. ഓ കർത്താവ്, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവ്, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. യേശുവേ, ഈശോയോ, എന്നെ തോളിലേറ്റും ആമേൻ. സ്നേഹം, സ്നേഹം, സ്നേഹം. ആമേൻ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും മരണത്തിന് ശേഷം വളരെ ഭാരപ്പെട്ട് ആ വിയോഗം താങ്ങാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുണ്ടായ മരണം ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളുടെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിന്നിരുന്ന ആരുടെയെങ്കിലും മരണം, അവരുടെ വിയോഗം താങ്ങാൻ പറ്റാതെ ഓർത്തോർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് 2 കരങ്ങൾ ഉയർത്തി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെ ഒരു സന്ദേശം നൽകുകയാണ്. അപ്രകാരം
നഷ്ടബോധത്തിൽ കഴിയുന്നവർ, വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദൈവത്തിൻ്റെ സ്നേഹം ഓരോരുത്തരിലേക്ക് നിറയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകമായിട്ട് മാറട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഈശോയെ നിന്റെ സ്നേഹം നിറയ്ക്കണമേ. ഈശോയെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ആ സ്നേഹം കർത്താവേ, അതാണ് കൃപ. സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ ആ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹം ഞങ്ങൾ നിറയട്ടെ കർത്താവേ. മാതാപിതാക്കളുടെ വിയോഗത്തിന് ശേഷമുള്ള ശൂന്യത കർത്താവ് നിന്റെ സ്നേഹം കൊണ്ട് നിറയണമേ. സഹോദരങ്ങളുടെ വിയോഗത്തിന് ശേഷമുള്ള ശൂന്യത കർത്താവ് നിന്റെ സ്നേഹം കൊണ്ട് നിറയണമേ. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ സ്നേഹിച്ചവരുടെ ഏതെങ്കിലും വിയോഗം കർത്താവ് ഇപ്പോൾ ആ സ്നേഹം കൊണ്ട് നിറയണമേ. ഈശോയെ സ്നേഹം കൊണ്ട് നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ച് ആ സ്നേഹം, ദൈവസ്നേഹം രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സ്നേഹമാണ് നിന്നിൽ നിറയുന്നത്. കർത്താവേ, ഇത് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത്രമേൽ സ്നേഹിച്ചിട്ട് തിരിച്ചു കിട്ടുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടല്ലോ. മക്കളെ വളർത്തി വലുതാക്കി ഇപ്പോൾ അവർ തോന്നിയതുപോലെ പോകുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീര് വളരെ വലുതാണ്. അങ്ങനെ കരയുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. മക്കള് അവരവരുടെ തീരുമാനങ്ങളൊക്കെയായി മാതാപിതാക്കളെ വിട്ടിട്ട് അവർ വേറെ ജീവിത വഴികളിലേക്ക് തിരിയുന്നു. മാതാപിതാക്കളുടെ സങ്കടം, ഇത്രയും ഓമനിച്ച് വളർത്തിയതല്ലേ, എന്നിട്ടും എന്തേ ഇട്ടിട്ട് പോകുന്നത്, താങ്ങാൻ പറ്റണില്ല, വിഷമം. മക്കളുടെ തെറ്റായ തീരുമാനങ്ങൾ ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ട്. കണ്ണുനീരോടെ സമർപ്പിച്ചോ. ഈശോയെ, നിന്റെ സ്നേഹം അതൊന്നു മാത്രമേ ഞങ്ങളുടെ ആശ്വാസമുള്ളൂ. നിന്റെ സ്നേഹം അതൊന്നു മാത്രമേ ആശ്വാസമുള്ളൂ. കർത്താവേ, ഞങ്ങൾ നിറയണമേ. ഈശോയെ, നിന്റെ സ്നേഹം ഞങ്ങൾ നിറയണമേ. ഈ വിഷമത്തെ താങ്ങാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനുള്ള കൃപ കർത്താവേ വേണം. ഒരുപക്ഷെ നിങ്ങൾ അത്രമേൽ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ട് ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള വലിയ ഭാരം, അതിനെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഈശോയോട് പറ, ഈശോയെ, നിന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടത്. കർത്താവേ, ആ സ്നേഹം ഏതെങ്കിലും തരത്തിൽ വ്യതിചലിച്ചു പോയെങ്കിൽ മാപ്പ് തരണം. കർത്താവേ, നിന്റെ സ്നേഹം എന്നിൽ നിറയണം. കർത്താവേ, നിന്റെ സ്നേഹം എന്നിൽ നിറയണം. ആരെങ്കിലും ചതിച്ചത്, ഒറ്റപ്പെടുത്തിയത്, അനുഭവങ്ങൾ, പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചിലർ ഇങ്ങനെ പെരുമാറി, വിഷമം. കർത്താവേ, നിന്റെ സ്നേഹം എന്നിൽ നിറയണം. കർത്താവേ, നിന്റെ സ്നേഹം എന്നിൽ നിറയണം. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുകയാണ്. അത്ഭുതകരമായ കൃപയാണ്. കഴുത്തിൻ്റെ പുറകുവശത്ത് ശക്തമായ വേദന, ചെറിയ വേദനയല്ല, ശക്തമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നിന്റെ വിഷമം ഈശോയ്ക്ക് അറിയാം. സങ്കീർത്തനം 56:8, നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഈശോയ്ക്ക് നിന്നെ അറിയാം. വിശ്വസിച്ചോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ജീവിതത്തിൽ വെട്ടുകിളികളുടെ നാശനഷ്ടം സഹിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട് ചില വരൾച്ച, ചില ദുഃഖം, ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചോ. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് അവരിൽ അങ്ങയുടെ സ്നേഹം നിറയട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിന് വേണ്ടി ഇവിടെ കടന്നു വരുന്ന ദൈവജനം വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചോ. നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മൾ വിശുദ്ധീകരിക്കാനാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഇന്നത്തെ ദിവസത്തിൽ ശക്തമായ തീരുമാനം, ജോയേലിൻ്റെ പ്രവചന പുസ്തകം 3 അധ്യായങ്ങളുള്ളത് വായിക്കാനുള്ള തീരുമാനം. കർത്താവെ, ഞങ്ങൾക്കുണ്ടായ എല്ലാ കൈപ്പേറിയ കഷ്ടതകളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ദൈവസ്നേഹം കൊണ്ട് നിറയാനുമാണെന്ന് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. പ്രാർത്ഥിച്ചോ. നമ്മുടെ വീട്ടിൽ ഇന്ന് ഇവിടെ വന്ന് പങ്കെടുത്തതിൻ്റെ ഭാഗമായി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു അടയാളം, ഒരു അത്ഭുതം ചോദിച്ചു മേടിച്ചേ. കർത്താവെ, ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം, ഒരത്ഭുതം ഇന്നേ ദിവസം ഞാൻ അനുഭവിക്കാൻ കർത്താവെ ഇടവരുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക്